നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളുടെ വീട് പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വരുമാന മാർഗം അതും കൂടി ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടവൻ്റെ ഭൂമി പോലും, ദൈവത്തിൻ്റെ വാക്ക് കേട്ടവൻ്റെ മണ്ണ് പോലും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവസന്നിധിയിൽ എളിമയോടെ നമുക്ക് നിൽക്കാം. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഈ സമയം ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന, ദൈവം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടുന്നൊരു സമയമാകട്ടെ. നിങ്ങളുടെ നല്ല ചില ആഗ്രഹങ്ങളെ ഇപ്പോൾ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? അത് മനസ്സിൽ കണ്ട് ദൈവകരങ്ങളിൽ ഏറ്റവും പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കുന്ന നല്ല ഒരു അനുഭവം ഇന്നുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമ്മിൽ ഈ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ അത് ദൈവം തന്ന അഭിഷേകം എന്ന പ്രത്യേകതയായിരിക്കട്ടെ. നമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, ഈ ശുശ്രൂഷയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് ദൈവം നൽകിയ അഭിഷേകം എന്ന പ്രത്യേകതയായിരിക്കട്ടെ. ഈ സ്ഥലത്തിൻ്റെ അനുഗ്രഹം എന്നാണെന്നറിയാമോ? പ്രാർത്ഥനയുള്ള ഒരു കൂട്ടം മനുഷ്യരിവിടെ ഉണ്ടെന്നുള്ളതാ ഈ സ്ഥലത്തിൻ്റെ, ഈ ആലയത്തിൻ്റെ, ഈ ശുശ്രൂഷയുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. പ്രാർത്ഥനയുള്ള ഒരു കൂട്ടം മനുഷ്യരെ ദൈവം ഒരുമിച്ച് തന്നതിന് നന്ദി പറയാം. ഒന്നിലധികം സാക്ഷ്യങ്ങളെ ദൈവം ഒരുക്കട്ടെ. ഇവിടെ നമുക്കെല്ലാവർക്കും കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ ഉണ്ട് ഇവിടെ. അവരെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ, നിയോഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി യുവതി യുവാക്കളുണ്ട്. നല്ല സ്വപ്നങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരാ. നിങ്ങളുടെ ആ നല്ല ആഗ്രഹത്തെ കണ്ടിട്ട് മനസ്സിൽ ഒരു ഫ്രെയിമിൽ കാണുന്ന പോലെ, ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ TV സ്ക്രീനിൽ കാണുന്നത് പോലെ ആ നിയോഗത്തെ, ആ ആവശ്യത്തെ കാണുക. ആവശ്യത്തെ കാണുക. ആ വ്യക്തിയുടെ മാറ്റം മനസ്സിൽ കാണുക. ആ ഒരു പ്രശ്നത്തിൽ നിന്നുള്ളൊരു വിടുതൽ മനസ്സിൽ കാണുക. നൈമിലെ ഒരു വിധവയുടെ ഏക മകൻ മരിച്ചുപോയി. ആ വ്യക്തിയെ കർമ്മങ്ങൾക്ക് ശേഷം ശവസംസ്കാരത്തിനായി ആളുകൾ ഒരു പെട്ടിക്കകത്താക്കി, ഒരു ശവപ്പെട്ടിയിലാക്കി, ഒരു മഞ്ചത്തിനകത്താക്കി. അവർ ശവസംസ്കാരത്തിന് ആളുകൾ ഇങ്ങനെ നടന്ന് റോഡിലൂടെ പോകുമ്പോൾ യേശുവും ശിഷ്യന്മാരും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, എതിർവശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവർ അന്വേഷിച്ചു, ആരാണ് മരിച്ചത്, എന്തു പറ്റിയതാണ് എന്നെല്ലാം അന്വേഷിച്ചു. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഒരു വിധവയുടെ ഏക മകനാണ് മരിച്ചു പോയത്. ആ വിധവ ആകെ സങ്കടത്തിലാണ്. അപ്പോൾ യേശു ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്. യേശു അടുത്തു ചെന്ന് കൈ നീട്ടി ആ ശവപ്പെട്ടിയിൽ തൊട്ടു. ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവൻ കൈ നീട്ടി ആ ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ അവിടെ നിന്നു. ഉടൻ പിന്നീട് നടന്നത് മുഴുവൻ ചരിത്രമാണ്, സാക്ഷ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ ആ ജീവനുള്ള ആ കൈ, അതേ കൈ ഇന്ന് എൻ്റെ നേരെ ഒന്ന് നീട്ടണമേ. യേശുവേ, അങ്ങയുടെ ആ ജീവനുള്ള കൈ എൻ്റെ രോഗമുള്ള ഭാഗത്തൊന്ന് വയ്ക്കണമേ. യേശുവേ, എൻ്റെ
ഈ പാസ്പോർട്ടിൻ്റെ മേൽ, എൻ്റെ ഈ നല്ല നിയോഗത്തിൻ്റെ മേൽ യേശുവേ അങ്ങ് ജീവനുള്ള കൈ നീട്ടി തൊടണമേ. നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മേലാ ദൈവത്തിൻ്റെ ഇങ്ങനെ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്നത്, എന്നിട്ട് അതെല്ലാം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗം ഉള്ള ഓരോ വ്യക്തികളുടെ മേലും ഇപ്പോൾ നിയോഗ പ്രാർത്ഥനയ്ക്ക് എഴുതി കൊടുക്കുന്നവർ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ യേശുവേ. ഇതൊന്നും പറയുവാണ്. ഇതൊരു മനോഹരമായ പാട്ടാണ്, ആ പാട്ടിൻ്റെ വരികളാണ്. പക്ഷെ അത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, പിന്നെയോ തിന്മ കാണാതെ കാക്കണമേ. പ്രാർത്ഥനയോടെ പാടി എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. പറയുമോ? ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. ഇപ്പോൾ ഈ അൾത്താരയിൽ 1,00,000-ലധികം കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അവരുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇതൊരു വിശ്വാസമാണ്. അവരെ എല്ലാം ഓർത്ത് ഈ പാട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ പൊതിഞ്ഞു പിടിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും പൊതിഞ്ഞു പിടിക്കണമേ. കോളേജിൽ, സ്കൂളിൽ, വിവിധ രാജ്യങ്ങളിൽ, ദേശത്ത് ഒക്കെ താമസിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ തിന്മ കാണാതെ കാക്കണമേ. പൊതിഞ്ഞു പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കർത്താവ്, ഈ അനുഗ്രഹം എന്ന ആലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവിക്കണം. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ളൂ. തിന്മ കാണാതെ അവരെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഒരാളും തകർന്നു പോകാൻ ഇടയാകരുതേ, ഒരാളും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്നവരാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാകണം, ദൈവത്തെ വേദനിപ്പിക്കുന്നവരാകരുത്. അതുകൊണ്ട് എല്ലാവരും അർത്ഥമറിഞ്ഞ്, ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, പക്ഷെ ഇത് പ്രാർത്ഥനയോടെ ഒന്ന് പാടി. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, പറഞ്ഞു തിന്മ കാണാതെ കാക്കണമേ. ശബ്ദമുയർത്തി വിശ്വസിച്ച് പറഞ്ഞു, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദൻ ഹൃത്തിനുള്ളിൽ. അടുത്ത വരി, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. അത് സംഭവിക്കട്ടെ. ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് മനസ്സിലോർത്ത്, അവരുടെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടേ. സഹോദരൻ്റെ ആകും, സഹോദരിയാവും, മകനാകും, മകളാകും, അവരുടെ മുഖം മനസ്സിൽ കണ്ട് ഇത് പറയണം, കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ അവരെ സൂക്ഷിക്കണമേ. ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ തെറ്റായ കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ നശിപ്പിക്കുന്ന വിധത്തിലൊന്നും അവരുടെ ജീവിതത്തിൽ വരാതെ, ശ്രദ്ധിച്ചോ, നോക്കിയേ, അതൊന്നും അവരുടെ ജീവിതത്തിൽ വരാതെ, അതൊന്നും അവരുടെ ജീവിതത്തിൽ വന്ന് അവരെ ജീവിതം ഭാവി തകർക്കാതെ അവരെ ഉള്ളം കയ്യിലെന്ന പോലെ പൊതിഞ്ഞു പിടിക്കണമേ. ഈ വെള്ളിയാഴ്ച ഇവിടെ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല, നടപ്പിലും എടുപ്പിലും
ജോലി ചെയ്യുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമ്പോഴും പറയണം, എൻ്റെ കുഞ്ഞുങ്ങൾ വിവിധ രാജ്യങ്ങളിലാണ്, അവർ കോളേജിൽ സ്കൂളിലാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ദൈവമേ, അവരെ പൊതിഞ്ഞു പിടിക്കണമേ. അവരെ ഒരു സെക്കൻഡ് പോലും ഇപ്പോൾ കളയല്ല്, ഒരു നിമിഷം പോലും കളയല്ല്, ഒരു സെക്കൻഡ് ഇവിടെ നിന്ന് കളയരുത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം നിന്നെ രക്ഷിച്ചു കൊള്ളും. ദൈവം നിന്നെ സഹായിച്ചു കൊള്ളും. നൈമിലെ വിധവയുടെ ഏക മകനെ ശവസംസ്കാരത്തിനായി എടുത്തുകൊണ്ടു പോകുമ്പോൾ യേശു കൈ നീട്ടി തൊട്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഇവിടെ കിട്ടിയിരിക്കുന്ന, അനുഗ്രഹത്തിനായി ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് കൈ നീട്ടി തൊടണമേ. എഴുതി കിട്ടിയ മുഴുവൻ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാണ്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. അത് പറഞ്ഞേ, വിശ്വാസത്തോടെ പറഞ്ഞു. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ, ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. കർത്താവേ, ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർട്ടിൻ അച്ഛനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. പ്രത്യേകിച്ച് മാർട്ടിൻ അച്ഛനെ ഓർക്കുമ്പോൾ, അച്ഛൻ ഓരോ ദിവസങ്ങൾ ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരുന്നത് അച്ഛൻ ഇടവകയെ ഓർത്തും ആ ജനത്തെ ഓർത്തും ആ കുഞ്ഞുങ്ങളെ ഓർത്തുമാണ്. വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂരിൽ ആ ചർച്ചിൽ, ആ ഒരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന അച്ഛൻ ഇവിടെ വരണമെങ്കിൽ ഒരു നിയോഗത്തോടെ വരുന്ന ഒരു അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം ഓർത്ത് ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സച്ഛനുണ്ട്. അച്ഛൻ ഇടവകയെ, ആ കൂട്ടായ്മയെ, ശുശ്രൂഷകളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ആലയത്തെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സംഭവിക്കും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ഒരു കുഞ്ഞു പോലും ദൈവത്തെ വേദനിപ്പിക്കുന്നവരായി തീരത്തില്ല. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന മക്കളായി വരും. ഹല്ലേലൂയ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വീണ്ടും പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വിഷമങ്ങൾ, മനസ്സിൽ വല്ല പ്രയാസമുണ്ടോ, മനസ്സിനകത്ത് ഉത്കണ്ഠയുണ്ടോ, മനസ്സിനകത്ത് ആകുലതയുണ്ടോ, അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രഭാതം വരുമ്പോൾ മഞ്ഞുതുള്ളികൾ ഈ മരത്തിൻ്റെ ഇലയിൽ കൂടെയും നിലത്ത് വളരുന്ന പുല്ലിൻ്റെയും ചെടിയുടെ മുകളിലെല്ലാം ഇങ്ങനെ മഞ്ഞ് കൊണ്ട് നിറയും. സൂര്യ വെളിച്ചം അതിന്മേൽ തട്ടുമ്പോൾ പറഞ്ഞ നേരം കൊണ്ട് ഇതെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യും. പിന്നീട് ഒരു നിശ്ചിത സമയം ചെന്ന് നോക്കുമ്പം ഒരു തുള്ളി വെള്ളം അതിൽ കാണത്തില്ല. എല്ലാം സൂര്യ വെളിച്ചം വന്ന് തൊട്ടപ്പം അത് മാറിപ്പോയി. അങ്ങനെയെങ്കിൽ ദൈവവചനമാകുന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ മഞ്ഞുതുള്ളി പോലെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സങ്കടങ്ങൾ മാറിപ്പോകും. മഞ്ഞുതുള്ളി പോലെ വന്നു ചേർന്ന ചില പ്രതിസന്ധികളും വെല്ലുവിളികളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് വിശ്വസിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും സാധ്യമെങ്കിലും ഉയർത്തിപ്പിടിച്ച് നല്ല വിശ്വാസത്തോടെ, വലിയൊരു പ്രതീക്ഷയോടെ ആ അധരങ്ങളെ തുറന്ന് ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് നിന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ പൊതിഞ്ഞു പിടിക്കണമേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എല്ലാ നിയോഗങ്ങളെ ഓർക്കുന്നു. തിന്മ കാണാതെ കാക്കണമേ. ഈ കരം ഉയർത്തി പിടിച്ചിരിക്കുന്ന ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കണമേ. ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരെ പറഞ്ഞേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ
കരങ്ങളെ താഴ്ത്തി ഈശോദൻ ഹൃത്തിനുള്ളിൽ ഈശോദൻ മേലങ്കിക്കുള്ളിൽ ഈശോദൻ ഹൃത്തിനുള്ളിൽ ഈശോദൻ മേലങ്കിക്കുള്ളിൽ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. ഇരിക്കാമോ? ഹല്ലേലൂയ. വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി ഞങ്ങൾ നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന പോലെ പറയുവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ പാടിയ പാട്ട് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള പാട്ടാണ്, വളരെ അറിയപ്പെടുന്നൊരു പാട്ടാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയൊക്കെയുള്ള നിയോഗം ഇങ്ങനെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമ്പം ഈ പാട്ടാണ് പ്രാർത്ഥനയായി മനസ്സിൽ വന്നത്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ പറയുവാണ്, നിങ്ങളുടെ മക്കളെ നോക്കി വേറൊരു വീട്ടിലിരുന്ന് വേറൊരാൾ കരയാൻ ഇടവരരുത്. നിങ്ങളുടെ മക്കളെ നോക്കി അപ്പുറത്തൊരു വീട്ടിലിരുന്ന് വേറൊരു വ്യക്തി വിഷമിക്കാൻ പാടില്ല. അത് പറയുമ്പോൾ മനസ്സിലാവും. ഒരമ്മ വന്ന് പറഞ്ഞു, ശരിയാണോ, ഇതിലെത്തേരെ വാസ്തവം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ മകൻ നല്ല ഒരാളായിരുന്നു, പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇവനേക്കാൾ 2 വയസ്സ് കൂടെ മൂത്ത ഒരാൾ എപ്പോഴും കൂട്ടായിരുന്നു. അങ്ങനെ അവൻ വലിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു. പിന്നിപ്പോൾ ആകെ വീട്ടിൽ പ്രശ്നമാണ്. ഇവനിപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് ആരോടും ഇത് പറയാൻ പറ്റില്ല. അവൻ്റെ മുറിയിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചു. ആ വീട്ടിലെ ആ മകനാണ് ഞങ്ങളുടെ മകനെ ഇങ്ങനെ ആക്കിയതെന്നും പറഞ്ഞ് ഈ വീട്ടിലിരുന്ന് അപ്പുറത്തെ വീട്ടിലെ ഒരാളുടെ മകനെ ഓർത്ത് വിഷമിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ ഓർത്തും നമ്മുടെ അയൽവാസികളോ നാട്ടുകാരോ ദേശക്കാരോ ഒരാളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഞങ്ങളുടെ മകളെ നശിപ്പിച്ചത് ആ വീട്ടിലെ പുള്ളിയാ, ആ കൂട്ടുകൂടി ഞങ്ങളെ നശിപ്പിച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ നോക്കി വേറൊരു വീട്ടിലിരുന്ന് വേദനിച്ച് കരയാൻ പാടില്ല. ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ മക്കൾ ദൈവത്തെ വേദനിപ്പിക്കുന്നവരാകില്ല, അവർ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരായി മാറും. വിശ്വസിക്കുന്നോ? അതിനെന്ത് വേണമെന്നറിയാമോ? ഇതെന്നും പ്രാർത്ഥിക്കണം, പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ പൊതിഞ്ഞു പിടിക്കണമേ. ഞാൻ പാട്ടുകാരൻ ജോണൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിന് പോയ സ്ഥലത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, അച്ഛൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവഹിതത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായി പ്രയോജനപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞു. ഇന്നലെയും അത് പറഞ്ഞു ചെറുതായിട്ട്. ഇന്ന് പ്രാധാന്യത്തോടെ പറയുവല്ല, പക്ഷെ ഇന്നലെ കേൾക്കാത്തവരും കാണും, അറിയാത്തവരും കാണും. അതിനുവേണ്ടി ഒരു കാര്യം മാത്രം ഒന്ന് വേഗത്തിൽ പറയുവാണ്. ആ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായം 20 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുവാണ്. ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ, വയസ്സ് എഴുതിയിട്ടുണ്ട്, ഇസഹാക്കിന് 40 വയസ്സ് ഉള്ളപ്പോൾ അവൻ
റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കല്യാണം നടക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിന് ഇത്ര വയസ്സായല്ലോ, കല്യാണം നടന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ കുഞ്ഞിന് 30 വയസ്സായി, 28 വയസ്സായി, 35ആയി. നിങ്ങളെക്കാൾ നന്നായിട്ടറിയാവുന്നൊരു ദൈവം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പനും അമ്മയും സഹോദരനും മാത്രമല്ല അറിയുന്നത് എനിക്ക് 35 വയസ്സായല്ലോ എന്ന്. നിങ്ങളെ അറിയുന്ന ദൈവത്തിനറിയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇസ്ഹാക്കിൻ്റെ കല്യാണം നടക്കുന്നത് 25-ാമത്തെ വയസ്സിലല്ല. അപ്പോൾ വിവാഹം നടന്നിട്ടില്ലല്ലോ, ഇത്രയും പ്രായമായല്ലോ, വിഷമിക്കണ്ട, നല്ലത് വരും, ആമേൻ. നന്മ വരും. ആമേൻ. വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചോളും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. വിശ്വസിക്കുന്നു. ഇസ്ഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. റെബേക്കായെ കല്യാണം കഴിച്ചു. അവൾ പാദാൻ ആരാമിലുള്ള ബത്ത്വേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമാരായിരുന്നു. 21-ാമത്തെ വാക്യം. പക്ഷേ അവരുടെ വിവാഹം കഴിഞ്ഞു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇനി അടുത്തത്, ഇസ്ഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? ഇസ്ഹാക്ക്. ഭർത്താവായ ഇസ്ഹാക്ക് ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ. നിങ്ങളും ചിലർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വേറെ ഒരാൾക്ക് വേണ്ടിയായിരിക്കും. ആ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ വന്നത് എൻ്റെ മകൻ, മകൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും. മനസ്സിലായില്ല? കർത്താവ് ഉറക്ക വായിച്ചേ. കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും മനസ്സിൽ ഇങ്ങനെ കണ്ടോണ്ടൊക്കെയാണോ ഇന്ന് കരം ഉയർത്തി പ്രാർത്ഥിച്ചത്? ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആമേൻ. വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കാണും. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. റെബേക്ക ഗർഭിണിയായി. പക്ഷെ 2 ഇരട്ട കൊച്ചുങ്ങളെയാ കൊടുത്തത്. ജനനത്തിന് മുമ്പേ മനസ്സിലായി അവരുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന്. ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയായ റെബേക്ക പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഉദരത്തിലെ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഒരു ഫീലിംഗ് ഉണ്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയാം, റെബേക്ക ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവഹിതമറിയാൻ പ്രാർത്ഥിച്ചു. വായിക്കാം. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ, ഉദരത്തിൽ കിടന്ന് തന്നെ കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ വല്ലതും മരിച്ചു പോവോ? എനിക്കെന്തേലും അപകടം വല്ലതും പറ്റുമോ എന്നവൾ സംശയിച്ചു, വിഷമിച്ചു. അവൾ ആ വാക്യം ശ്രദ്ധിച്ചോ. അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ, ദൈവത്തിൻ്റെ മനസ്സറിയാൻ പ്രാർത്ഥിച്ചു. അത് നമ്മളും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മനസ്സറിയാൻ പ്രാർത്ഥിക്കണം. ഈ കാര്യം മുന്നോട്ട് പോകണോ? ദൈവത്തിൻ്റെ മനസ്സറിയാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് പലരും, ഞാനും നിങ്ങളും ചിലപ്പോൾ വിട്ടുപോകും, മറന്നുപോകും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സറിയാൻ. ആ ജോലിക്ക് പോകണോ? ആ വിവാഹം നടക്കണോ? ആ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നതാ തീരുമാനിക്കേണ്ടത്? ദൈവത്തിൻ്റെ മനസ്സറിയാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പം അന്നത്തെ കാലത്തും ഈ പ്രാർത്ഥനയുണ്ട്. ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തേലും നടന്നോ? ഉടനെ പ്രാർത്ഥനയ്ക്ക് മറുപടി മനസ്സറിയിക്കുവാണ്. ദൈവം പറയുവാണ്, 23-ാമത്തെ വാക്യം. കർത്താവ് അവളോട് അരുൾ ചെയ്തു. കർത്താവ് പറഞ്ഞു, സഹോദരി, നീ വിഷമിക്കൊന്നും, മകളെ വിഷമിക്കണ്ട. നിന്റെ ഉദരത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ 2 വംശങ്ങളാണ്. 2 വംശമാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതം പറയുവാണ്. വായിക്കാം. കർത്താവ് അവളോട് അരുൾ ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. 2 വംശങ്ങൾ, ചിലർക്കാരല്ല. ദൈവ പദ്ധതിയുള്ള 2 പേര് നിന്റെ ഉദരത്തിലുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട.
ആപത്തോ അപകടമോ മരിച്ചു പോവോ ഒന്നും ടെൻഷൻ വേണ്ട. നിന്റെ ഉദരത്തിലുള്ളത് പദ്ധതിയുള്ള 2 കുഞ്ഞുങ്ങളാണ്. ഇതെങ്ങനെ വന്നതാ? പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്ന കുഞ്ഞുങ്ങളാണ്. അത് ദൈവ പദ്ധതിയുള്ളതാണ്. അടുത്തതോ, നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. 2 ജനതകളായി അവർ 2 സൈഡിലേക്ക് പോകും. പിന്നെയോ, ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. ഒരാൾ മികച്ചതായിരിക്കും, അത്രയും ഒക്കത്തില്ല രണ്ടാമത്തെ ആൾ. പക്ഷെ 2 പേരും മിടുക്കരായിരിക്കും, 2 ഗോത്രമായിരിക്കും, 2 വംശമായിരിക്കും. ഒരാൾ അപ്പുറത്തേത് ഒരാളെക്കാൾ കുറച്ചധികം ശക്തമായിരിക്കും. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ ഇടയാകണമേ. ഹല്ലേലൂയ. ഇനി പറയുന്നതെന്നറിയാമോ? ദൈവഹിതമല്ലാത്തതൊന്നും ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എന്തിനാണിത് പ്രാർത്ഥിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു അനുഭവം പറഞ്ഞു കേട്ടോ. ഒരാളുടെ അനുഭവം. നല്ല കാശുള്ള വീടാണ്, ഇഷ്ടം പോലെ പണമുണ്ട്, ഉണ്ടായിരുന്നു. മക്കളൊക്കെ സാമാന്യം മിടുക്കരൊക്കെയാണ്. പക്ഷേ അവരുടെ മകൾ ഒരാളെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ഭയങ്കര തീവ്രതയുള്ള ഇഷ്ടമായി മാറി. പിരിയാൻ പറ്റത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് വേറെ ആരും അറിയണ്ടല്ലോ, ഈ വീട്ടിലെ വിഷമവും വഴക്കും ഒന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർക്കിഷ്ടമില്ലായിരുന്നു. എന്നാലും ആ കല്യാണം അങ്ങ് നടത്തി കൊടുത്തു. അപ്പോൾ ഇവൾ ഇഷ്ടപ്പെട്ട ആ വ്യക്തി അത്ര കാശുള്ള വീട്ടിലെ ആളൊന്നും അല്ല. അപ്പോൾ ഒപ്പത്തിനൊപ്പം നിന്നോട്ടെ എന്ന് വിചാരിച്ചൊരു കാറ് മേടിച്ചു കൊടുത്തു. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇച്ചിരി അധികം സഹായം കൊടുത്തു, കൂടെ കൂട്ടി. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാം അടിച്ച് പിരിഞ്ഞു. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. വീട്ടിയാ തീരാത്ത കടവായി. മക്കൾ തമ്മിൽ വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതായി, വീട്ടിൽ കയറാതായി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പിടുത്തം വിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം പോയി. അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം പറയാം. ദൈവഹിതമല്ലാത്ത ഒരെണ്ണം ആ വീട്ടിൽ കയറിയതാണ്. ഇതെല്ലാം കല്ല് ശേഷിക്കാതെ തകർന്ന് തരിപ്പണമാകാൻ കാരണം പേടിപ്പിക്കുകയല്ല, ഒരു യാഥാർത്ഥ്യം പറയുക. ദൈവഹിതമല്ലാത്തത് വന്നാൽ ഇച്ചിരി പ്രശ്നമുണ്ട്. നിങ്ങൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, ആവർത്തനമായി തോന്നും, സങ്കടപ്പെടല്. എന്നാൽ ഇത് ചിലർ കേൾക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇതെനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. കാരണം എല്ലാവരും നല്ലവരാ, പക്ഷേ എല്ലാവരും നമുക്ക് നല്ലവരല്ല. എല്ലാ മനുഷ്യരും നല്ലതാ. ആരാ മോശം? ആരും മോശമില്ല. പക്ഷെ എല്ലാവരും നമുക്ക് നല്ലതല്ല. ചിലരെ നമുക്കുള്ളതുള്ളൂ. ഈ ലോകത്തിലുള്ള മുഴുവൻ പൈസ എൻ്റെ കയ്യിൽ വരാൻ പ്രാർത്ഥിക്കരുത്, ഗുണമില്ല. എനിക്കുള്ളത്. നിങ്ങൾ ഉരുളൊക്കെ പൊട്ടിയ സ്ഥലം കണ്ടിട്ടില്ലേ? അതിപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതിലെ പോകുമ്പോൾ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉരുള് പൊട്ടി, ആ മലയിൽ ഉരുള് പൊട്ടി വന്ന വലിയ പാട്, വലിയ തോട് പോലെ കിടക്കും. അവിടെ മരമൊന്നുമില്ല. ഉരുള് പൊട്ടിയാലുള്ള പ്രശ്നം, അവിടെയുള്ള തെങ്ങ് പോകും, പ്ലാവ് പോകും, മാവ് പോകും. അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ എവിടെയോ എത്തും. അത് മുഴുവൻ കൊണ്ടുപോകും. ദൈവഹിതമല്ലാത്ത മനുഷ്യർ, ദൈവഹിതമല്ലാത്തത് ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ഉള്ള സമാധാനം മുഴുവൻ അവർ കൊണ്ടുപോകും. സ്വസ്ഥത അവർ കൊണ്ടുപോകും. നല്ല ഉറക്കം ഉണ്ടായിരുന്ന ആളാണ്, പക്ഷേ ഇപ്പോൾ ഉറക്കം പോലും കൊണ്ടുപോയി. മുഖം വരെ മാറി, ടെൻഷൻ അടിച്ച് ഡിപ്രഷനായി. എന്ത് നന്നായി ജീവിക്കേണ്ട ആളാ, ഇന്ന് ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ച് ഒരു മനോരോഗിയെ പോലെയായി. ദൈവഹിതമല്ലാത്തത് വന്നാൽ നമുക്കുള്ളതിനെ അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടേ ഇറങ്ങിപ്പോകത്തുള്ളൂ. ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് അവരങ്ങ് ഇറങ്ങിയ പോവും. നമ്മുടെ ഉള്ളിലെ സ്വസ്ഥത പോലും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബത്തെ നകർത്തിട്ട് അവരിറങ്ങി അങ്ങ് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്,
ദൈവഹിതമല്ലാത്തതൊന്നും ബന്ധമായും ഹല്ലേലൂയ. സ്വന്തമായും ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ആമേൻ. അത് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടം വരെ വരാവൂ. ഗേറ്റിൻ്റെ അവിടെ നിന്ന് പൊക്കോട്ടെ. ദൈവഹിതമല്ലാത്ത ഒരു നമ്പറും ദൈവമേ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാൻ ഇടയാവരുത്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത ഒരു രൂപ അക്കൗണ്ടിൽ വരാൻ ഇടയാകല്ല്. ദൈവഹിതമല്ലാത്ത ഒരു രൂപ പേഴ്സിനകത്ത് വരാൻ ഇടയാകരുത്. ദൈവഹിതമായത് മാത്രം മതി. ആമേൻ. അത് നമ്മുടെ സമാധാനം കളയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഐശ്വര്യത്തെ അത് കളയില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞു മുമ്പേ പാട്ട് പാടിയത്, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. ആമേൻ. ചിലപ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ മക്കൾ ചിലരെയൊക്കെ ഇഷ്ടപ്പെടും. അത് ബന്ധമായും സ്വന്തമായും വീട്ടിലോട്ട് വരും. വർഷങ്ങൾ കഴിഞ്ഞ് ദുഃഖിക്കും. ശോ, അത് വേണ്ടായിരുന്നു. അന്ന് എന്നോട് പലരും പറഞ്ഞതാ വേണ്ടായിരുന്നു എന്ന്. പക്ഷേ എനിക്കന്ന് നല്ല ബുദ്ധിയില്ലായിരുന്നു. എന്ന് ആര് പറഞ്ഞാലും എൻ്റെ ബുദ്ധിയിലോട്ട് കയറത്തില്ലായിരുന്നു. ഇന്നു മുതൽ ആരെ വിഷമിപ്പിക്കാനല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവഹിതമല്ലാത്തതൊന്നും ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് അങ്ങ് തുറന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്ന് ഞങ്ങളുടെ സ്വന്തമായും ബന്ധമായും ഒന്നും വരാൻ ഇടയാകല്ലേ. ദൈവഹിതമുള്ള ബന്ധം മതി, സ്വന്തം മതി. അതാ അനുഗ്രഹം. ഹല്ലേലൂയ. അതൊരാളുടെയും ഉയർച്ചയോ ഭാഗ്യത്തെയോ കളയത്തില്ല. ആമേൻ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പാട്ടിൻ്റെ അർത്ഥവും സന്തോഷവും. ദൈവമേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഹല്ലേലൂയ. ഈശോയുടെ ഹൃദയത്തിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തിൻ്റെ ഇവിടെ എല്ലാം വാതിലുണ്ട്. ആ വാതിൽ തുറക്കുന്ന ശബ്ദം ചിലർക്കൊക്കെ അത് കേൾക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ നമ്മൾ അടുക്കളയിലാണേലും തിണ്ണയുടെ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടാൽ അടുക്കളയിൽ നിൽക്കുന്ന അമ്മ പറയും, ആരോ വന്നിട്ടുണ്ട്, ആരാ വാതിൽ തുറന്നല്ലോ, ആരോ വാതിൽ തുറന്നല്ലോ, ഒന്ന് പോയി നോക്കിയാൽ നമ്മൾ പോയി നോക്കും, ആരാ വാതിൽ, ആരാ വന്നത്. വാതിൽ തുറക്കുന്ന ഒച്ച കേൾക്കാം. അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വാതിലുണ്ട്. സത്യസന്ധമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന് ദൈവഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ്റെ ചെവി കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ചില സമയത്ത് ഞാനത് കേട്ടിട്ടുണ്ട്. ഈ ദൈവവചനവുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിൻ്റെ ഹൃദയവാതിൽ തുറക്കുന്ന ഒരു ശബ്ദം. ആമേൻ. ദൈവത്തിൻ്റെ ഹൃദയവാതിൽ നിനക്കായി അടയ്ക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ ഹൃദയവാതിൽ തുറക്കണമേ, ആമേൻ. അങ്ങയുടെ ഹൃദയവാതിൽ തുറക്കണമേ. ഹല്ലേലൂയ. ആ ഹൃദയത്തിനകത്ത് എന്നെ സൂക്ഷിക്കണമേ. ആമേൻ. ഒരു അനർത്ഥവും ഒരു ദോഷവും ഒരു തിന്മയും ഒരു നഷ്ടവും ഒരു പരാജയവും ഒരു തകർച്ചയും ഒരു രോഗവും ദുർമരണവും കയറി വരാതെ നഷ്ടങ്ങൾ കയറി തകർച്ച കയറി വരാതെ, ഹല്ലേലൂയ. എന്നെ തകർക്കുന്ന ബന്ധവും സ്വന്തവും കയറി വരാതെ ആമേൻ. ആ വാതിൽ തുറന്ന് എന്നെ അകത്ത് സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹൃദയവാതിൽ തുറന്ന് അകത്ത് സൂക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന 1,00,000 നിയോഗങ്ങളുടെ മേൽ ഈ പ്രാർത്ഥന ചെല്ലട്ടെ. 1,00,000 കുഞ്ഞുങ്ങളുടെ മേൽ ഈ പ്രാർത്ഥന ചെല്ലട്ടെ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. നിങ്ങളുടെ വീടിനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ചിലർ പറയില്ലേ, വീടിന് ദോഷവാ, എന്തോ പോക്കുവരവുണ്ട്, ഒന്നിനു പുറകെ രോഗവാ, ഈ വീട്ടിൽ നിന്നൊരു നന്മ ഉണ്ടാവില്ല, ഈ വീടിന് എന്തോ തകർച്ച കിടപ്പുണ്ട്, ആരുടെ ശാപം കിടപ്പുണ്ട്. ഇനി അതിൻ്റെ പുറകെ പോകണ്ട. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ വീടിനെ പൊതിഞ്ഞു പിടിക്കണമേ. എൻ്റെ വീടിന് 10 രൂപ കിട്ടിയാൽ 20 രൂപ ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ. 1000 രൂപ കിട്ടിയാൽ 3000 രൂപ ആശുപത്രിയിലാണ്. ഒരാൾക്ക് മിക്കവാറും രോഗമാണ്. കിട്ടുന്ന പൈസ മുഴുവൻ മരുന്ന് മേടിക്കാനേ തികയുന്നുള്ളൂ. ഒരു മെച്ചവും ഇല്ല, മിച്ചവും ഇല്ല, ഉയർച്ചയില്ല. പ്രാർത്ഥിക്ക്. ആ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ചില സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എൻ്റെ റൂമിനകത്തിരുന്ന് ദൈവവചനം ആ മേശയിൽ തുറന്നു വച്ച് ഒറ്റയ്ക്ക് ഓരോ ക്ലാസ്സുകളൊക്കെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരുങ്ങുമ്പോൾ ഞാൻ ഈ ശബ്ദം ചില സമയത്ത് കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ വാതിൽ തുറക്കുന്ന പോലെ ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഹൃദയവാതിലാണ് തുറന്നത്. ഹൃദയവാതിൽ തുറക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും.
അടുക്കളയിലിരിക്കുന്ന അമ്മയ്ക്ക് തിണ്ണയുടെ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടാൽ അത് സെൻസ് ചെയ്യും. ആരാ വന്നേ, വാതിൽ തുറന്ന് നോക്കിയേ, പോയി നോക്കിയേ എന്ന് പറയും, അല്ലേ? പോയി നോക്കൂ. ഇതുപോലെ ഒരു സത്യസന്ധമായി വിശ്വസിക്കുന്നവന്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവന് ദൈവത്തിൻ്റെ ഹൃദയവാതിൽ തുറക്കുന്നത് കേൾക്കാൻ പറ്റും. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ ഹൃദയത്തിനകത്ത് എന്നെ സൂക്ഷിക്കണമേ. ആ വ്യക്തി പ്രാർത്ഥിച്ചതുപോലെ ദൈവഹിതം അറിയാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമായതു മാത്രമേ ഭവനത്തിൽ വരാവുള്ളൂ. ദൈവഹിതമായതു മാത്രമേ സ്വന്തമായും ബന്ധമായും വരാവുള്ളൂ. ദൈവഹിതമായതു മാത്രമേ വീടായി സ്ഥലമായി വരാൻ പാടുള്ളൂ. ദൈവഹിതമല്ലാത്തതൊന്നും ജീവിതത്തിൽ വരാൻ ഇടയാകല്ലേ. ദൈവഹിതമല്ലാത്ത ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട. ദൈവഹിതമല്ലാത്ത ഒരു ബന്ധവും ഞങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവഹിതമല്ലാത്തത് വന്നാൽ അത് എല്ലാം ഉരുട്ടിക്കൊണ്ടു പോകും, എല്ലാം നശിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകും, സന്തോഷത്തെ കൊണ്ടുപോയി കളയും, സമാധാനം കളയും. നമ്മൾ പറയില്ലേ, ആ വ്യക്തി വന്നേ പിന്നെ സമാധാനം പോയല്ല, ആ വ്യക്തി വന്നേ പിന്നെ ഒരു സ്വസ്ഥതയില്ലല്ലോ, ആ വ്യക്തി വന്നേ പിന്നെ എൻ്റെ സാമ്പത്തികം മുഴുവൻ നഷ്ടമാ. ചില വ്യക്തികൾ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം വരേണ്ട ആളല്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാട്ടുകാരന് പാടാൻ പറ്റുമോ? എന്നെ നിന്റെ സൂക്ഷിക്കണമേ എന്ന്, എന്നെ പൊതിഞ്ഞു പിടിക്കണേന്ന് രോഗികൾ പ്രാർത്ഥിച്ച്, ക്യാൻസർ രോഗികൾ പ്രാർത്ഥിച്ച്, കിഡ്നി രോഗികൾ പ്രാർത്ഥിച്ച്, ഉദര രോഗമുള്ളവർ പ്രാർത്ഥിച്ച്, വ്യക്തികളെ, ഭവനങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച്, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ, തിന്മ തൊടാതെ എന്നെ സൂക്ഷിക്കണമേ. ഒന്ന് പ്രാർത്ഥനയോടെ പാടുമോ? എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. പോരാ, ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞ്, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. അതുകൊണ്ട് ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ, ചേർന്ന് പറഞ്ഞ്, ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ എന്ന് പറയുമോ? ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടെന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെയാണ് വന്നതല്ലേ? നല്ല ആഗ്രഹത്തോടെ വന്നതല്ലേ? അത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ പിടികിട്ടും. നല്ല ആഗ്രഹത്തോടെ വന്ന ആൾക്കാരാണ്, പ്രതീക്ഷയോടെയാണ് വന്നതെന്ന്. അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ ഇവിടെ എത്തിപ്പെടത്തില്ല. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. വേറെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇവിടെ വന്നേ? അല്ല, നമുക്ക് 100 ആവശ്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇവിടെ വന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങളെക്കാൾ വലിയ അത്യാവശ്യമാണെന്ന് മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചുകൊണ്ടാണ്. അതും ഒരനുഗ്രഹമാണ്, അതൊരു നന്മയാണ്. ഞാനൊരു വാക്യം വായിക്കാം. ഒരാൾ ദൈവവചനം കേട്ട് നിലനിന്നാൽ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ വരുമാന മാർഗം പോലും അനുഗ്രഹമാവും. ഒരു ചെറിയ പോയിന്റ് പറയുവാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിക്കുവാണ്. 2 മുതലുള്ള വാക്യം. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ഇതൊരു വാക്കാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ട് ഡയറക്റ്റ് സംസാരിച്ചൊരു കാര്യമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഇത് ആരോട് പറഞ്ഞു? ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന നാട്ടിൽ താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ സ്ഥലത്ത് തന്നെ താമസിച്ചപ്പോൾ ആ വ്യക്തി താമസിച്ച സ്ഥലത്തെ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടു. വായിക്കാം. 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി. അവിടെ ആ എന്നൊരു വാക്കുണ്ട്. ഇസഹാക്ക് ആ നാട്ടിൽ. ആ എന്തിനാ അവിടെ വെച്ചത്? അതിൻ്റെ മുകളിൽ വായിക്കുമ്പോൾ അറിയാം, ഈ നാട്ടിൽ നിന്ന് പോകല്ല, നീ ഇവിടെ താമസിച്ചോ, നിന്നെ ഞാൻ അനുഗ്രഹിച്ചോളാം പറഞ്ഞു. ആ നാട്ടിൽ
അതാണ് ആ ആയുടെ അർത്ഥം. ആ നാട്ടിൽ കൃഷി ഇറക്കുകയും കൃഷി ഇറക്കി, എന്നിട്ടെല്ലാം കരിഞ്ഞു പോയോ? അക്കൊല്ലം ആ കൊല്ലം തന്നെ 100 മേനി. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ദൈവവചനം കേൾക്കുന്ന ഈ കൊല്ലം തന്നെ എനിക്കൊരു നല്ല വീടുണ്ടാകണമേ. ദൈവവചനം കേൾക്കുന്ന ഈ കൊല്ലം തന്നെ എൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടാകണമേ. ദൈവവചനം കേൾക്കുന്ന ഈ കൊല്ലം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണമേ. ദൈവവചനം കേൾക്കുന്ന ഈ കൊല്ലം തന്നെ ഒരു പുതിയ വഴി എനിക്ക് തുറന്നു തരണമേ. ദൈവവചനം കേൾക്കുന്ന ഈ കൊല്ലം തന്നെ എൻ്റെ കൊച്ചിന് PR ആ രാജ്യത്ത് കിട്ടണമേ. ആ കൊല്ലം തന്നെ, അതൊരു കാര്യമല്ലേ? എത്രയോ വർഷം കഴിഞ്ഞിട്ടെന്നല്ല അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ച് എങ്ങനെ എഴുതിയിട്ടുള്ളെന്ന്? ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കി, ആ കൊല്ലം തന്നെ. നിങ്ങൾ ആ ഒരു വാക്കിൽ നിന്നുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, ഈ കൊല്ലം തന്നെ എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. ഈ കൊല്ലം തന്നെ എൻ്റെ മകൻ്റെ മകളുടെ വിവാഹം നടക്കണം. ഈ കൊല്ലം തന്നെ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറണം. ഈ കൊല്ലം തന്നെ ആ ഭാഷ പഠിച്ച് എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റണം. ഈ കൊല്ലം തന്നെ എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാറി വരണം. ദൈവവചനം കേൾക്കുന്നവനെ 10 വർഷം കഴിഞ്ഞല്ല ദൈവം അനുഗ്രഹിക്കുക. ആ കൊല്ലം തന്നെ, ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും 100 മേനി. ആ കൊല്ലം കിട്ടിയത് ഒരു ഭയങ്കര വിളവാ. 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ദൈവവചനം കേട്ട് താമസിച്ച സ്ഥലത്തെ ആ മണ്ണുകൂടെ ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളുടെ വീട് പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വരുമാന മാർഗം കൃഷിയാകാം, വളർത്തുമൃഗമാകാം, ജോലിയാകാം, ബിസിനസ്സാകാം, അതും കൂടെ ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടും. ആർക്കാണ് ആ 100 മേനി കിട്ടിയത്? ദൈവത്തിൻ്റെ വാക്ക് കേട്ടവൻ്റെ ഭൂമി പോലും, ദൈവത്തിൻ്റെ വാക്ക് കേട്ടവൻ്റെ മണ്ണ് പോലും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുമ്പം അതിനപ്പുറത്ത് 100 മേനി ഫലം, 30 മേനി. പക്ഷെ കാര്യമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ പലരും പറയും വീണു പോയി, ചീഞ്ഞു പോയി, പുള്ളി പോയി. ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ പലരും കളിയാക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പം ഗോതമ്പ് മണി നിലത്ത് വീഴുന്നതിന് തുല്യമാണ്. പള്ളിയിലോ പ്രാർത്ഥനയോ ആരാധനയോ ചെയ്യാൻ തുടങ്ങി എന്ത് ഗുണം എന്ന് പലരും പറയും. പക്ഷെ ബൈബിൾ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാൽ അപ്പുറത്ത് 100 മേനി വിളവ്, അതിനപ്പുറത്തൊരു 100% അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വന്നതിന് ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്താ വന്നതല്ലേ, ഇച്ചിരി കഷ്ടപ്പെട്ടാ ഇവിടെ വന്നതല്ലേ. പ്രിയദർശിനി എന്ന വാഹന സൗകര്യം ഉണ്ടെങ്കിലും അതിനകത്ത് നല്ല തിരക്കായിരുന്നു ഇല്ലേ, നല്ല ബുദ്ധിമുട്ടായിരുന്നു യാത്ര ഇല്ലയോ? എന്നാലും നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു അനുഗ്രഹമാകും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ ഈ ജനം ഈ സ്ഥലത്തേക്ക് വരാനെടുത്തത് 1 മണിക്കൂറാണ്, അരമണിക്കൂറാണ്, 3 മണിക്കൂറാണ്, 5 മണിക്കൂറാണ്. ആ 5 മണിക്കൂറും ഇവർക്കൊരു അനുഗ്രഹമായി മാറണമേ. ഇങ്ങോട്ടേക്ക് ടാക്സി വിളിച്ച് വന്നവരുണ്ട്, അതിന് 200 രൂപ പോയി. ഇങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷയ്ക്ക് വന്ന് 30 രൂപ പോയി. ഇങ്ങോട്ടേക്ക് വണ്ടിക്കൂലി വന്ന് ഒരു 10-50 രൂപ പോയി. വണ്ടിക്ക് പെട്രോൾ ഡീസൽ അടിച്ചു 1000 രൂപ പോയി. ഇങ്ങോട്ടേക്ക് വരാൻ നേരത്തെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ഒരു 250 രൂപ പോയി. ദൈവവചനം കേൾക്കാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ചായ കുടിച്ചത് പൈസ, പെട്രോൾ ഡീസൽ അടിച്ചത്, ടാക്സി വിളിച്ച ആ പൈസ മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകട്ടെ, സംഭവിക്കട്ടെ. നിങ്ങൾ ചായ കുടിച്ച പൈസ ഇങ്ങോട്ടേക്ക് വരാനാണോ ചായ കുടിച്ചത്? ഇങ്ങോട്ടേക്ക് വരാനാണോ ഹോട്ടലിൽ കയറി? ഇങ്ങോട്ടേക്ക് വരാൻ ഒരു ചായ കുടിച്ചിട്ട് പോയേക്കാം, ഇങ്ങോട്ടേക്ക് ഒരു 2 പൊറോട്ട തിന്നിട്ട് പോയേക്കാം, ഉച്ചയാകുമ്പോഴല്ലേ വല്ലതും കിട്ടുള്ളൂ എന്ന് ചിന്തിച്ചായിരിക്കും. ദൈവവചനം കേൾക്കാനല്ലേ വന്നേ? ആ മുടക്കിയ പൈസ പോലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണമാകട്ടെ. ചിലർ ദൂരെ നിന്ന് ഉറങ്ങാതെയാ വന്നത്. നിങ്ങൾ ആ ഉറക്കളച്ച സമയം, ആ റിസ്ക് എടുത്തത്, ഞാനൊരു വാക്യം പറയട്ടെ, എഴുതി വെക്കണം. ദൈവസന്നിധിയിൽ വില കൊടുത്തവരെയൊക്കെ ദൈവം വിലപ്പെട്ടവരാക്കി മാറ്റിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വില കൊടുത്തവരെയൊക്കെ ദൈവം വിലപ്പെട്ടവരാക്കി മാറ്റും. ഞാനും ഈ ദൈവസന്നിധിയിൽ കൊടുത്ത വിലയാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ
ദൈവാനുഗ്രഹത്തോടെ നിൽക്കാൻ കഴിയുന്നത് പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നീ എപ്പോഴും ഈ പുസ്തകം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ഭാഗ്യം ഉണ്ടാവില്ല, നിനക്ക് ഭാവി ഉണ്ടാവില്ല. എടാ, നീ വല്ലതും പഠിക്ക്, നീ അവിടെ പോയി പഠിക്ക്, കുറച്ച് ഡോക്ടറേറ്റ് ഒക്കെ നേടിയെടുക്ക്, നീ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ദൈവവചനം വായിക്കാനും നോട്ട് എഴുതാനും ഞാൻ കൊടുത്ത വിലയാണ് വിലപ്പെട്ടൊരു അനുഗ്രഹം കിട്ടാൻ കാരണമായത്. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്ത 1 രൂപ പോലും നഷ്ടമായി പോകത്തില്ല. ദൈവസന്നിധിയിൽ വില കൊടുത്തവരെ ദൈവം വിലപ്പെട്ടവരാക്കി മാറ്റും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഓരോ വിലയും ഒരു അനുഗ്രഹമായിട്ട് വരും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല ഭാഗം എടുത്തു പറയാൻ ആഗ്രഹമുണ്ട്. അത് 1 സാമുവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധയോടെയാണോ ഇത് സ്വീകരിക്കുന്നത്? നോക്കിയേ, ഇത് ഗുണം ചെയ്യും. നോക്കിയേ, ഇത് പ്രയോജനപ്പെടും. ഇത് കേവലം എന്തൊക്കെയോ പറയുവല്ല, അതും ഇതും പറഞ്ഞ് സമയം കളയുവല്ല, 1 മിനിറ്റ് കളയത്തില്ല. ഞാനൊരു വാക്യം വായിച്ചപ്പം യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതല്ല പ്രസംഗിക്കുന്നേ, പക്ഷെ പറയുവാണ്. അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഒരാളുടെ വീട്ടിൽ ഒരാൾ ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ ആ വീട്ടുകാർക്ക് ഫുഡ് കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ എഴുതിയിട്ടുണ്ട്, അർദ്ധരാത്രി അവൻ അവിടെ നിന്നിറങ്ങി തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ചെന്ന് 3 അപ്പം വായ്പ തരിക എന്ന് പറഞ്ഞ് ചോദിച്ചു. അവൻ എഴുന്നേറ്റ് അവന് വേണ്ടത് കൊടുത്തു. പ്രാർത്ഥിക്കുന്നവന് കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപമ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ അർദ്ധരാത്രിയിൽ പോയവന് വീടും അറിയാം, വഴിയും അറിയാം, ആ വീട്ടിൽ ചെന്നാൽ അപ്പം കിട്ടുമെന്നും അറിയാം. ഇത് 3ഉം അറിയാൻ വഴി തപ്പി സമയം കളഞ്ഞിട്ടില്ല, വീട് തപ്പി സമയം കളഞ്ഞിട്ടില്ല, 5 മിനിറ്റ് പോലും പോയിട്ടില്ല. വഴി അറിയായിരുന്നു, വീടറിയായിരുന്നു, ആ വീട്ടിൽ ചോദിച്ചാൽ കിട്ടുമെന്നും അറിയായിരുന്നു. ഇത് 3ഉം അറിഞ്ഞേ പ്രാർത്ഥിക്കാവുള്ളൂ. വീടറിയണം, വഴി അറിയണം, പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നും അറിയണം. അങ്ങനെ നല്ല ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ദൈവവചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിച്ചേ പറഞ്ഞയക്കത്തുള്ളൂ. വന്ന പോലെ പോകാൻ ഇടവരത്തില്ല. ഹല്ലേലൂയ. ആ വാക്യം വായിച്ച് 26-ാമത്തെ വാക്യം. പ്രഭാതമായപ്പോൾ സാമുവേൽ വീടിന്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു. നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ കാലത്തായി 2 നില വീടൊക്കെ ഉള്ളത്. അന്നത്തെ കാലത്ത് 2 നില വീടുണ്ടായിരുന്നു. എത്രയോ വർഷം മുമ്പ് അങ്ങനെ എഴുതിയിരിക്കുമല്ലോ. സാമുവേൽ പ്രഭാതമായപ്പോൾ സാമുവേൽ അദ്ദേഹത്തിന്റെ വീടിന്റെ 2-ാം നിലയിൽ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു. സാവൂൾ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. സാമുവേൽ ആരാണ്? ദൈവത്തിന്റെ അനുഗ്രഹമുള്ളൊരു പ്രവാചകനാണ്. പിടികിട്ടിയോ? പ്രവാചകനാണ്. പോയി വിളിച്ചു. എഴുന്നേക്കാൻ പറഞ്ഞു. നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. വേഗം എഴുന്നേക്കാൻ പറഞ്ഞു. എപ്പം എഴുന്നേക്കാൻ പറഞ്ഞു? രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞു. സാവൂൾ എഴുന്നേറ്റ് അവനോടുകൂടെ വഴിയിലേക്ക് ഇറങ്ങി. സാവൂൾ ഒരുമിച്ച് പോകാൻ ഇറങ്ങിയപ്പോൾ സാവൂളിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ സാമുവേൽ പറഞ്ഞു, നിന്റെ കൂടെ നിൽക്കുന്നവനോട് കുറച്ച് മുന്നോട്ട് പോകാൻ പറ. പുള്ളി വേഗം മുന്നേ പൊക്കോട്ടെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. വാക്യം. നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, ഭൃത്യനോട് മുൻപേ പൊയ്ക്കൊള്ളാൻ പറയുക. നിന്റെ കൂടെയുള്ള ആളോട് വേഗം ഇച്ചിരി മുന്നേ പൊക്കോളാൻ പറയാൻ പറഞ്ഞു. വേഗം പൊക്കോളാൻ പറയാൻ പറഞ്ഞു. പുള്ളി പൊക്കോട്ടെ, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവൻ പോയി കഴിയുമ്പോൾ 1 നിമിഷം ഇവിടെ നിൽക്കുക. അപ്പൊ സാമുവേൽ പറഞ്ഞു, സാവൂളിനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ആളോട് ഇച്ചിരി മുന്നോട്ട് പൊക്കോളാൻ പറ. എനിക്ക് നിന്നോട് വ്യക്തിപരമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിന്റെ മേൽ വരേണ്ട ഒരു അനുഗ്രഹമുണ്ട്. നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. വായിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ നിന്നോട് പറയാം. അപ്പോൾ എന്തു പറയും? എനിക്ക് നിന്നോട് ലോകത്തിൻ്റെ കുറച്ച് കാര്യം പറയാനുണ്ടെന്നല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നല്ല.
ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നോട് പറയാം. ഇത് ഒരാളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റാണ്. ആമേൻ. സാവൂൾ സാമുവേലിൻ്റെ അടുത്ത് വന്നതാ സാവൂൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണമായത്. നിങ്ങൾ ഈ പുണ്യഭൂമിയിൽ വന്നതായിരിക്കും നിങ്ങൾ ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ കാരണമാകുന്നത്. ഈ നാട്ടിലും പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാർ ഇവിടെ വരത്തില്ല. നിയോഗമുള്ള മനുഷ്യരെ ഇവിടെ കയറി വരത്തുള്ളൂ. ആഗ്രഹിച്ചാൽ പോലും ചിലർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. അത് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചാലേ ഇവിടെ ഇരിക്കാൻ പോലും, ഈ വചനം കേട്ടിങ്ങനെ മണിക്കൂർ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ ദൈവ നിയോഗമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും പിടികിട്ടിയോ? സാമുവേൽ സാവൂളിനോട് പറയുവാണ്, എഴുന്നേക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, വേഗം നമുക്ക് പോകാനുണ്ട്, പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. സാമുവേൽ സാവൂളിനോട് പറയുന്നു, നിന്റെ കൂടെ നിൽക്കുന്ന ആ ദാസനോട് ഭൃത്യനോട് ഇച്ചിരി മുന്നോട്ട് പോകാൻ പറ, എനിക്ക് നിന്നോട് വ്യക്തിപരമായ ഒരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് പറഞ്ഞു. അവൻ പോയി കഴിഞ്ഞപ്പോൾ സാമുവേൽ സാവൂളിനോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴെ 10-ാം അധ്യായം 1-ാമത്തെ വാക്യം, വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ മേൽ ഒരു അനുഗ്രഹത്തെ ദൈവം ഒരുക്കി. വായിച്ചേ. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിന്റെ ശിരസിൽ ഒഴിച്ചു. ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് വചനം കേട്ട് പ്രാർത്ഥിച്ചവന്റെ ശിരസിൽ ഒഴിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ ഒലിവെണ്ണ പോലെ ജീവിതത്തിൽ വരുന്ന ചില നന്മകളുണ്ട്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഇത് എന്നാ പറഞ്ഞാൽ പോരെ, കുറച്ച് ഒലിവെണ്ണ എടുത്ത് എഴുന്നേക്ക്, കുറച്ച് ഒലിവെണ്ണ എടുത്ത് തല ഒഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴിച്ചാൽ പോരായിരുന്നോ? അങ്ങനെ ഒഴിച്ചില്ല. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ദൈവത്തിൻ്റെ വചനം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് ഒഴിച്ചത്. വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹത്തിന് തുടക്കമായിട്ട് മാറും. വചനം കേൾക്കുന്നത് ഒരു പുതിയ അനുഗ്രഹം വരാൻ കാരണമാകും. ഇതൊരു പുതിയ തുടക്കത്തിന് കാരണമാകും. ഒലിവെണ്ണ പോലെ ചിലത് ദൈവം എൻ്റെ മേൽ പകരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? പ്രാർത്ഥിച്ച ഓരോ കാര്യത്തിന്റെ മേലും ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ചില നന്മകളെ ദൈവം പകരാൻ, കുടുംബത്തിന്റെ മേൽ പകർന്നു കിട്ടാൻ ഇടയാവുക ചെയ്യും. ഹല്ലേലൂയ. ഒന്നൊരു നിമിഷം പ്രാർത്ഥിച്ചേ, ഒരു കരം ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ആ വചനം കേട്ട സാവൂളിൻ്റെ മേൽ വന്നൊരു അഭിഷേകം ഇന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേൽ വരാൻ ഇടയാകണമേ. ഇന്ന് എൻ്റെ മേൽ വരാൻ ഇടയാകണമേ. ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരാൻ ഇടയാകണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പലരും ചോദിക്കില്ലേ, നിങ്ങൾ ഈ സമയമില്ല സമയത്ത് എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? സാവൂൾ സാമുവേലിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയോണ്ടാ ഈ അനുഗ്രഹമൊക്കെ ജീവിതത്തിൽ വന്നേ. ചുമ്മാ വീട്ടിലിരുന്നപ്പോഴല്ല. നമ്മൾ ചില സ്ഥലത്ത് ചില വ്യക്തികളുടെ അടുത്ത് നമ്മളും പ്രാർത്ഥിക്കാൻ പോകണം. അവരിലൂടെ കിട്ടുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇനി അടുത്ത ഭാഗം വായിക്കണം. 10-ാം അധ്യായം 4 മുതലുള്ള വാക്യം. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും. 2 അപ്പം നിനക്ക് തരും, അത് നീ സ്വീകരിക്കണം. 6-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി. അവസാനത്തെ വാക്ക് വായിച്ചേ. മറ്റൊരു മനുഷ്യനായി. ഇതാരോട് പറയുക? സാമുവേൽ സാവൂളിനോട് പറയുക, ഈ അനുഗ്രഹം വരുമ്പോൾ നീ മറ്റൊരു മനുഷ്യനായി മാറും. മാറ്റുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന് മാറണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മക്കളുടെ സ്വഭാവം മാറണം, അവരുടെ ആത്മീയ ജീവിതം മാറണം. ചുമ്മാ ഇരുന്ന് രാവും പകലും ഉപദേശിച്ചിട്ടുണ്ടിരുന്ന റിബലാവത്തേ ഉള്ളൂ. ഒടുക്കത്തെ ഉപദേശം. എപ്പം നോക്കിയാലും പ്രാർത്ഥന എന്ന് പറയാൻ നേരമുള്ളൂ, എപ്പം നോക്കിയാലും പള്ളിയിൽ പോകണമെന്ന് പറയാൻ നേരമുള്ളൂ. നമ്മുടെ മക്കളെ ഉപദേശിക്കും തോറും ചിലപ്പോൾ റിബലാവും, ദേഷ്യമാവും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ചില ദൈവാനുഗ്രഹമുള്ള ചില മനുഷ്യർ
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവരിൽ ദൈവീകമായ മാറ്റമുണ്ടാകുന്നത്. അവസാനം ഒരു വാക്യമുണ്ട്, സാമുവേലിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാമുവേലിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാവൂൾ മറ്റൊരു മനുഷ്യനായി മാറി. ഇവിടെയുണ്ട് മറ്റൊരു മനുഷ്യനായി മാറിയ മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ കണ്ട 2 പേര് പറഞ്ഞ്, ഞാൻ എത്ര വർഷമായി മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ കുറച്ച് നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, ഞാനങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് വരുവാണ്, ഞാനങ്ങ് കോട്ടയത്തു നിന്ന് വരുവാണ്, എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിപ്പം മദ്യപിക്കണമെന്നൊരു തോന്നലില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ ഇവിടെ വന്ന് ആ കസേരയൊക്കെ ഇട്ടോട്ടെ എന്ന് ചോദിച്ച ഒരു പത്തനംതിട്ടക്കാരൻ ഇതിനകത്തിരിപ്പുണ്ട്. ഇത് പറഞ്ഞത് ഇതാണ്, സാമുവേലിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാവൂൾ മറ്റൊരു മനുഷ്യനായി മാറി. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ അവധി കിട്ടുമ്പോഴേ, ലീവൊക്കെ കിട്ടുമ്പോഴേ ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കൊണ്ടുവരണം. അവരെ വഴക്കുണ്ടാക്കിയിട്ടല്ല, ചിലപ്പോൾ അവരുടെ ജീവിതം മാറാൻ അത് കാരണമായാലോ. എത്ര യുവാക്കളാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. കേവലം അമേരിക്കയ്ക്കും ജർമ്മനിക്കും ഓസ്ട്രേലിയയ്ക്കും പോകാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമല്ല. അവരുടെ മനസ്സ് മാറട്ടെ. മുമ്പേ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാകണം. നിങ്ങളുടെ മക്കൾ ദൈവത്തെ വേദനിപ്പിക്കുന്നവരാകരുത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, സാവൂളിന് സാമുവേലിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? വീട്ടിലിങ്ങാനും ഇരുന്ന് ചിന്തിച്ചാൽ പോരെ, നോർമലായി മാറിയാൽ പോരെ? അല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലണം. ചിലരുടെ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കണം. നമ്മളറിയാത്ത മാറ്റങ്ങൾ അവരിൽ സംഭവിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന കുറേ നിയോഗങ്ങൾ ഞാൻ വായിച്ചതാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് പലതരം വിഷയങ്ങൾ. അവരുടെ മക്കളെക്കുറിച്ച് അവർ വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന് മാറി വരണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ സാവൂളിൻ്റെ മാറ്റം കണ്ടിട്ടുണ്ടല്ലോ. നാട്ടുകാർ ചോദിച്ചു, സാവൂളിന് എന്നാ ഇത്ര മാറ്റം? അടുത്ത ഭാഗം വായിച്ചേ, നീ മറ്റൊരു മനുഷ്യനായി മാറണം. ഇനി 9-ാമത്തെ വാക്യം, സാവൂൾ സാമുവേലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ. ശ്രദ്ധിക്കണം, ഇനി എന്നെ ഒന്ന് നോക്കിയേ. കുറേ നേരം ഈ മനുഷ്യൻ്റെ കൂടെ പുള്ളി സമയം ചെലവഴിച്ചു. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് നിന്റെ സമ്പത്തായിട്ട് മാറും. പ്രാർത്ഥിക്കുന്ന ഒരാളോടുകൂടെ സമയം ചെലവഴിക്കുന്നത് സമ്പത്തായിട്ട് മാറും. താഴെ ഒരു ഫ്ലക്സ് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ വാക്യം, പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെലവഴിക്കുന്ന സമയം നിന്റെ സമ്പത്താണ്. പ്രാർത്ഥനയുള്ള മനുഷ്യരോടൊത്ത് സമയം ചെലവഴിക്കുന്നത് ജീവിതത്തെ മാറ്റും. ഇപ്പോൾ സാമുവേലിൻ്റെ അടുത്ത് സാമുവേൽ കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞു നോക്കി ഇരുന്നു. എന്നിട്ട് പോകുമ്പോഴോ 9-ാമത്തെ വാക്യം, സാവൂൾ സാമുവേലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പം, ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ഒന്ന് വായിച്ചേ, ഒരു പുതിയ ഹൃദയം നൽകി. ഇത് എൻ്റെ ബൈബിളിൽ മാത്രമുള്ളൂ. സനൂപ് വായിച്ചേ, ഉറക്കെ വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. സാവൂൾ സാമുവേലിന്റെ അടുക്കൽ, സാമുവേൽ ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരുത്തന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞു പ്രാർത്ഥിച്ചു ഇറങ്ങിപ്പോയപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ഹൃദയം അവന് കൊടുത്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ എടുത്തു പറയത്തക്ക വിധം ഒരു പുതിയ നന്മ ദൈവം എനിക്ക് തന്ന് പറഞ്ഞയക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വെറുതെ പറയുന്ന ഒരു വാക്കല്ല. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് പുതിയ അനുഗ്രഹത്തെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ പുതിയ അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവരെ ഈ വചനം ശ്രദ്ധിക്കണം. ഇത് നല്ല കാര്യമാണ്. ഇച്ചിരി ചിന്തിക്കാനുണ്ട്. ഇദ്ദേഹം അവിടെ സാമുവേൽ എന്ന വ്യക്തി പ്രവാചകന്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചു. അത് നഷ്ടമായില്ല. പുള്ളി പോകാൻ വേണ്ടി തിരിഞ്ഞപ്പം സ്വർഗത്തിലെ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് സംഭവിച്ചു. ഒരാൾ ഒരു ദൈവിക മനുഷ്യന്റെ അടുത്ത് ചെന്നപ്പോൾ
ഭയങ്കര മാറ്റമുണ്ടായി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ച് പുതിയൊരു ഹൃദയമല്ലേ അന്ന് സാവൂളിന് കിട്ടിയത്. നിങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കേട്ടുമ്പോൾ ഒരു പുതിയ അനുഗ്രഹം എൻ്റെ വീട്ടിൽ വരണമേ, പുതിയൊരു അനുഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങളിൽ വരണമേ, ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ, ഒരു പുതിയ മാറ്റം എനിക്ക് തരണമേ. ഈ ചെലവഴിച്ച സമയം നിനക്ക് നഷ്ടമാകത്തില്ല. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി, ഒന്ന് ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടമാകത്തില്ല. ഇത്രയും സമയമൊക്കെ ചെലവഴിക്കാൻ പറ്റുമോ? തിരക്കില്ലേ, ഡ്യൂട്ടിയില്ലേ, വീട് കയറി കൂടലുണ്ട്, നാട്ടിലൊരു പ്രോഗ്രാമുണ്ട്, അങ്ങ് പോകേണ്ട കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അനുഗ്രഹമായിട്ട് മാറും. ഇനി സാവൂളിനെ കണ്ടവരൊക്കെ ചോദിച്ചു, പുള്ളിക്ക് എന്നാ പറ്റിയേ? പുള്ളിക്ക് എന്തോ മാറ്റമായല്ലോ. ഇനി അടുത്ത ഭാഗം സാവൂളിനെ നോക്കി നാട്ടിലുള്ളവരൊക്കെ അതിശയിക്കാൻ തുടങ്ങി. വായിക്കാം 10-ാമത്തെ വാക്യം. സാവൂളും ഭൃത്യനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഈ സാമുവേലിനെ കണ്ടേച്ച് തിരിച്ചു പോയപ്പോൾ വഴിക്ക് വച്ച് പ്രവാചകന്മാരെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. ആ വാക്ക് നോക്കിക്കേ, ആരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു. വചനം കേട്ടവനിൽ ഇപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രമാണം, പാസ്പോർട്ടൊക്കെ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഇന്ന രാജ്യത്ത് പോകണം, എന്നാ ചെയ്യണ്ടേ? വചനം കേൾക്കുന്നവനിൽ ദൈവം പ്രവർത്തിക്കും. വചനം കേൾക്കുന്നവന്റെ ആഗ്രഹത്തിൽ ദൈവം പ്രവർത്തിക്കും. വചനം കേൾക്കുന്നവന്റെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. വിശ്വസിക്കുന്നോ? ദൈവം പ്രവർത്തിക്കും. ഒന്നും കൂടെ വായിച്ചേ. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. ഒപ്പം പ്രവചിച്ചു. ഇനി അടുത്ത ഭാഗം നോക്കണം. സാവൂളിനെ കണ്ട എല്ലാവരും ഞെട്ടി അത്ഭുതപ്പെട്ടു. 11-ാമത്തെ വാക്യം. സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകന് എന്നാ പറ്റി? പുള്ളിക്ക് എന്നാ പറ്റി? അയ്യോ, പുള്ളി പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പുള്ളി പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, പുള്ളിക്ക് എന്നാ പറ്റി? സാവൂളിനെ പണ്ട് പരിചയമുള്ളവരൊക്കെ ചോദിച്ചു, അല്ല പുള്ളിക്ക് എന്നാ പറ്റി? ഭയങ്കര മാറ്റമാണല്ലോ. ഒന്നും കൂടെ വായിക്കുവാണ്. സാവൂളിനെ മുമ്പ് അറിയാമായിരുന്നവരെല്ലാം സാവൂൾ പ്രവചിക്കുന്നത് കണ്ട് പരസ്പരം ചോദിച്ചു, അല്ല കിഷിന്റെ മകൻ എന്നാ പറ്റി? മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ ദൈവം പ്രവർത്തിക്കും കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ച് കുറെ കടലാസ് എടുത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതല്ല. ഇത് ഒരുപാട് പേരുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ്. 1.5 ലക്ഷത്തോളമാണ്. എൻ്റെ കണക്ക് ശരിയാണ്, 1.5 ലക്ഷത്തിലധികമുണ്ട്. കണക്ക് കൃത്യമല്ല, പക്ഷെ ദൈവം പ്രവർത്തിക്കും. എന്നാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര മാറ്റമായത്? നിങ്ങളുടെ സാമ്പത്തികം എന്താ ഇത്ര മാറ്റം? പ്രാർത്ഥിക്കുന്നവനിൽ അത്ഭുതമുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവനിൽ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവനിൽ അത്ഭുതമുള്ള മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നോ? ഒന്നും കൂടെ വായിച്ചത്, ഒന്നും കൂടെ വായിക്കാം. സാവൂളിനെ മുൻപ് അറിയാവുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ, അവന്റെ മാറ്റം കണ്ടപ്പോൾ ചോദിച്ചു, കിഷിന്റെ മകന് എന്തു പറ്റി? കിഷിന്റെ മകനല്ലേ അത്? കിഷല്ലേ ഇവന്റെ ആ പിതാവ് ഇന്നയാളല്ലേ? എന്നാ പറ്റി ഈ കൊച്ചിന്? എന്നാ പറ്റി എന്ന് ചോദിച്ചു. സാവൂളും പ്രവാചകനോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു. അല്ലല്ല, സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി മാറി. ആൾക്കാർ പറയാൻ തുടങ്ങി, സാവൂളും പ്രവാചകനായി. ഒന്നുമല്ലാതിരുന്ന ഒരുത്തൻ ദൈവവചനം കേട്ടപ്പോൾ അഭിഷേകം കൊണ്ട് അവനെ പ്രവാചകനാക്കി മാറ്റി. ഒരു കാര്യം പറയാം, ഒന്നുമല്ലാത്തവനെ എല്ലാം ഉള്ളതാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് കേൾക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? പ്രസംഗിച്ച് കഴിഞ്ഞില്ല, പക്ഷെ ഇതൊന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ടത് ചിലപ്പോൾ ഈ ഉച്ച സമയത്ത് ചിലപ്പോൾ പിടികിട്ടി കാണത്തില്ല, പക്ഷെ അത് പ്രാർത്ഥനയോടെ ഒന്ന് സ്വീകരിച്ചേ. സാമുവേലും സാവൂളും 2 പേരെയാ കണ്ടേ. സാമുവേൽ ഒരു അഭിഷിക്തനാണ്. സാവൂൾ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ചെന്ന് 2ാമത്തെ നിലയിൽ കിടന്ന് ഉറങ്ങുവാണ്. പ്രവാചകൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു, സാവൂൾ എഴുന്നേൽക്ക്, നമുക്ക് പോകണം, പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. കൂടെ കൂട്ടി
അങ്ങനെ കൂടെ നടന്നു. സാമുവേൽ പറയുവാണ്, സാവൂളിനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ആ ആളോട്, പുള്ളിയോട് മുന്നോട്ട് പോകാൻ പറ, എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ വചനം പറയണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ അവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവനൊരു പുതിയ ഹൃദയം ദൈവം കൊടുത്തു. അവനും പ്രവചിക്കാൻ തുടങ്ങി. കണ്ടോ, പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ സംഭവിച്ചത് തകർച്ചയല്ല. പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് സമയം ചെലവഴിച്ചപ്പോൾ സംഭവിച്ചത് നഷ്ടമല്ല, തകർച്ചയല്ല, പരാജയമല്ല, മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന ഒരു മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ കണ്ണുകളടച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ആത്മാവിൽ ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ചിലരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനൊന്ന് പ്രാർത്ഥിച്ച്, വലിയൊരു അത്ഭുത പ്രവൃത്തി ഉണ്ടാകാൻ പ്രാർത്ഥിച്ച്, കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. സാമുവേലിൻ്റെ അടുത്ത് സാവൂള് പോയതാ ഈ മാറ്റത്തിൻ്റെ എല്ലാം കാരണം. അപ്പോൾ സാവൂൾ ഇങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിലോ, എന്തിനു പോകണം? പുള്ളിയുടെ അടുത്ത് പോയ എന്നാ കിട്ടാനാ? പുള്ളിയെ എനിക്കൊക്കെ പണ്ടേ പരിചയമുണ്ട്, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ഈ അഭിഷേകം വല്ലതും വരുമായിരുന്നോ? മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? സാവൂളിനെ സമ്മതിക്കണം, സാവൂളിനെ കണ്ടുപഠിക്കണം. പ്രവാചകന്റെ അടുത്ത് പോയി ആ വീട്ടിൽ കുറച്ചു നേരം താമസിച്ച് ആ ഒപ്പമിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നാട്ടിലുള്ളവരും അറിയുന്നവരും പണ്ട് പരിചയമുള്ളവരും ചോദിക്കുവാണ്, കിഷിൻ്റെ മകനല്ലേ ഇത്? പുള്ളിക്ക് എന്നാ ഇത്ര വലിയ മാറ്റം ഉണ്ടായത്? നിങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ അത്ഭുതമുള്ള മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും. പ്രാർത്ഥനയുള്ള കുഞ്ഞുങ്ങളിൽ ദൈവിക മാറ്റങ്ങളെ കൊണ്ടുവരും. പുതിയ ഹൃദയം നൽകിയതുപോലെ പുതിയ ഭവനം നൽകും, പുതിയ ജോലി നൽകും, പുതിയ വിടുതൽ നൽകും, പുതിയ സൗഖ്യങ്ങളെ ദൈവം നൽകും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമോ? നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ഉയരുമ്പോൾ എല്ലാവരും കേട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗം കേൾക്കുന്ന സമയമാ. മടി പിടിച്ചിരിക്കരുത്, ഒരു മിനിറ്റ് കളഞ്ഞേക്കല്ല്, ഒരു സെക്കൻഡ് കളയല്ല്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാ അധരങ്ങളെയും തുറന്ന് ആ ശബ്ദത്തെയൊക്കെ ഒന്ന് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ! ശബ്ദം ഉയർത്തി വിളിച്ച് യേശുവേ, ജീസസ്, ഹല്ലേലൂയ! ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ഹൃദയം നൽകിയതുപോലെ ഒരു പുതിയ അനുഗ്രഹത്തെ നൽകണമേ, ഒരു പുതിയ അനുഗ്രഹം നൽകണമേ. വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ചൊന്ന് പാടാം, എല്ലാ കരങ്ങളും അടിച്ച്. സാമുവേലിന്റെ അടുത്ത് ചെന്നതാണ് ഈ അനുഗ്രഹത്തിന് കാരണം. സാമുവേലിന്റെ അടുത്ത് സാവൂൾ ചെന്ന് പ്രാർത്ഥിച്ചതാ ഈ വിടുതൽ ഉണ്ടാകാൻ കാരണം, ഈ പുതിയ ഹൃദയം ലഭിക്കാൻ കാരണം. ഇവിടെ വന്നത് ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ, ഇവിടെ വന്നത് ഒരു സൗഖ്യത്തിന് കാരണമാകട്ടെ. ആമേൻ. കരമടിച്ചു പാടാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. ശബ്ദമുയർത്തി. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ഒന്ന് ചേർന്ന് പാടിയേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അതുകൊണ്ട് പാടണം. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അർത്ഥമറിഞ്ഞ്. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. കരമുയർത്തി ഒരിക്കൽ കൂടി എല്ലാ അധരങ്ങളും തുറന്ന് ശബ്ദത്തെ ഉയർത്തി നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ ജീസസ്
യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. കരങ്ങളെ താഴ്ത്തി കണ്ണുകളൊക്കെ നടച്ച് മറന്നു പോകാതിരിക്കാനാകട്ടോ 1, 2, 3 പ്രാവശ്യമൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച്. സാമുവേലിൻ്റെ അടുത്ത് സാവൂള് സമയം കണ്ടെത്തി ആ വീട്ടിൽ പോയി കുറച്ചു നേരം ഒരു ദൈവ മനുഷ്യനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് സാവൂളിൻ്റെ ജീവിതത്തിൽ കയറി വന്നേ. സാവൂളും ഒരു പ്രവാചകനോ എന്ന് ഒരു പഴഞ്ചൊല്ലായി മാറി. അറിയാവുന്നവരൊക്കെ ചോദിച്ചു, കിഷിൻ്റെ മകനല്ലേ അത്? പുള്ളിക്കെന്നാ ഇത്ര വലിയ മാറ്റം? പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വരുന്നവന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. മാറ്റം അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ ശുശ്രൂഷയിലുണ്ടാകും, നിങ്ങളുടെ തീരുമാനത്തിലുണ്ടാകും. നിങ്ങളുടെ ഒരു തീരുമാനവും പാളിപ്പോകത്തില്ല, നിങ്ങളുടെ ഒരു തീരുമാനവും തെറ്റിപ്പോകത്തില്ല. കാരണം പ്രാർത്ഥനയിലെടുത്ത തീരുമാനമാണ്, അതൊരനുഗ്രഹമായി മാറും. ആമേൻ. ഇരിക്കാമോ? ഒരു ചെറിയ പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ വചനത്തോട് ചേർന്ന് നിങ്ങളോട് പറയുവാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ മാതാപിതാക്കളാണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. ഞാൻ മുമ്പേ പാട്ടുപാടി ജോണ് എന്നെ പൊതിഞ്ഞു പിടിക്കണേന്ന് പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പാടിയത് ഇവിടെ നടക്കും. ആരൊക്കെ പ്രാർത്ഥിക്കുന്നു ആ കൂട്ടത്തിൽ ആ ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിനകത്ത് വരും. ഞാൻ ആ വാക്യം വായിക്കാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം. ഇത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. നിങ്ങൾക്കറിയാം ഈ ഭാഗം, എന്നാലും കേൾക്കണം. വായിക്കുക. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. ഉസ് ദേശത്ത് ജോബ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു, പുള്ളി നല്ല ദൈവഭക്തനുമായിരുന്നു. ഇത്രയും കൊണ്ട് തീർന്നില്ല. ഇത് പോരാ, ഇത് മാത്രം പോരാ. ഇത് മാത്രം കൊണ്ട് മക്കൾ രക്ഷപ്പെടത്തില്ല. വേറൊരു കാര്യം കൂടി മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി ജോബ് ചെയ്തു. പുള്ളി ഒന്നുമില്ലാത്തൊരു ദരിദ്രനൊന്നും ആയിരുന്നില്ല, അറിയപ്പെടുന്ന ഒരു സമ്പന്നനായിരുന്നു. 3-ാമത്തെ വാക്യം. പൗരസ്ത്യദേശത്തെ, ഒരു പഞ്ചായത്തിലെയോ വില്ലേജിലെയോ എന്നല്ല എഴുതിയിട്ടുള്ളത്, പൗരസ്ത്യദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഇദ്ദേഹം. അപ്പൊ കാശില്ലാത്ത വീട്ടിലെ ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത ഒരാളല്ല, നല്ല കാശുള്ള വീട്ടിലെ ആളാണ്, നല്ല ഭക്തനാണ്, പുള്ളി നല്ല കറക്റ്റാണ്. പക്ഷേ മക്കൾക്ക് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു എന്ന് 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ചെയ്തത്, സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ, എന്തേലുമൊക്കെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ, പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തും. മക്കളെ അങ്ങ് പൊക്കോട്ടെ, ഇതിലേലും ആയിക്കോട്ടെ, പിള്ളേർക്ക് തിരിച്ചറിവായല്ലോ, നമ്മൾ അവരെ ഉപദേശിക്കേണ്ടെന്നൊന്നുമല്ല. അവരെ വിളിച്ചു വരുത്തും, വിളിച്ചു വരുത്തി ശുദ്ധീകരിച്ച് അതിരാവിലെ അവരെയും കൂടെ എഴുന്നേൽപ്പിച്ച് ഓരോ പുത്രനും വേണ്ടി. ആ വാക്ക് ശ്രദ്ധിക്കണം. പിള്ളേർക്കെല്ലാം വേണ്ടി ഒരു ജനറൽ പ്രയർ അല്ല, ഓരോരുത്തർക്കും വേണ്ടി. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഓരോരുത്തർക്കും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യും. ഓരോരുത്തർക്കും വേണ്ടി ദഹനബലി, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ പോരാ, എത്ര മക്കളുണ്ട് അത്രയും പേരും രക്ഷപ്പെടണം. അതിനെന്ത് ചെയ്യണം? ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഓരോരുത്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ജോബ് എന്ന പൈസക്കാരൻ അന്നത്തെ കാലത്ത് ഇത് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്തപ്പോൾ എന്തു ചെയ്തു എന്ന് ദൈവം എന്തു ചെയ്തു എന്ന് 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങ് അവനും അവന്റെ ഭവനത്തിനും
സമ്പത്തിനും ചുറ്റും. അവിടെ ചുറ്റും എന്നൊരു വാക്കുണ്ട്, ഒന്നും കൂടെ ഞാൻ വായിക്കാം. പ്രാർത്ഥിച്ച, ദൈവത്തോട് ഭക്തനായി ജീവിച്ച, നല്ല കാശുള്ള വീട്ടിലെ ജോബ്, ആഘോഷങ്ങളൊക്കെ കഴിയുമ്പം പിള്ളേരെ എല്ലാം അടുത്ത് വിളിച്ച് അവരെ വിശുദ്ധീകരിച്ച് നേരം വെളുക്കും ആദിരാവിലെ എല്ലാത്തിനെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഓരോരുത്തർക്കും വേണ്ടി ദഹന ബലി അർപ്പിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണോ? ഈ 5:30-ക്കുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥന മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന നിങ്ങൾ എഴുന്നേൽപ്പിച്ചൊരു കുടുംബമായി നിന്ന് പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങളും ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്ക് ഞാൻ പറയുവാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിള്ളേര് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറി വരും. ബൈബിളിലൊരു വാക്കുണ്ട്, അവർ ആകാശത്തിലൂടെ സഞ്ചരിക്കും. എന്നാൽ വിമാനത്തിൽ യാത്ര ചെയ്തു പോകുന്നു, ആകാശത്തിലൂടെ അവർ സവാരി ചെയ്യും. വചനത്തിലുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൂരെ യാത്ര ചെയ്യുന്നവരും നല്ല മിടുക്കരും നിങ്ങളുടെ വീടിനെ രക്ഷിക്കുന്നവരുമായി തീരും. ജോബ് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ജോബിന് വേണ്ടി ദൈവം ചെയ്തതോ, അങ്ങ് അവനും അവൻ്റെ വീടിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി പൊതിഞ്ഞു പിടിച്ചു. ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കും. ഒരു ദുഷ്ടശക്തിക്കും തോപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ പൊതിഞ്ഞു പിടിക്കും. അതാ പാടിയത്, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇത്? നിങ്ങൾ ഈ അനുഗ്രഹയിലെ ഈ പുണ്യഭൂമിയിൽ തീർത്ഥാടനം പോലെ വരുന്നവരാണ്. തീർത്ഥാടനം പോലെ വരുന്നവരാണ്. ദൈവം അനുഗ്രഹിച്ചൊരു സ്ഥലമാണിത്. അതിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൂരെ നിന്ന് ഇത് കാണുന്നവർക്ക് ഇത് പിടികിട്ടത്തില്ല. ഇവിടെ വരുന്നത് ഒരു അനുഭവമാണ്. പണ്ട് ഇവിടെ വന്ന 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞ ഒരാൾ പറയുവാണ്, ഇവിടെ വരുന്നത് ഒരു അനുഗ്രഹമാണ് ഭായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഞങ്ങളങ്ങ് എറണാകുളത്തുനിന്ന് വരുന്ന ആളാണ്. ഇവിടെ വന്ന് 2 മാസം 1 മാസത്തിൽ ഒന്ന് ഇവിടെ വരുന്നത് ഒരു അനുഗ്രഹമാണ് ഭായി. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതാണ്, ഇവിടെ വരുന്ന ഒരു അനുഗ്രഹമാണ് ഭായി എന്ന്. ഇവിടെ വരുന്നത് ഒരു അനുഗ്രഹമാണ്. ഇവിടെ വന്ന് കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങളെ ദൈവം പൊതിഞ്ഞു സൂക്ഷിക്കും. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. ഈ ജോബ് ഒത്തിരി സഹിച്ച ആളാണ്, ഒത്തിരി വേദനിച്ച ആളാണ്. ഈ വേദനിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ രണ്ടാമതല്ല എത്തുന്ന, ആദ്യം എത്തും. അങ്ങനെ ഒരു പ്രത്യേകത ബൈബിളിലുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരാ കഷ്ടതയും നഷ്ടവും നിരാശയും വിഷമമുള്ളവരാ. വേദനിക്കുന്നൊരു മനസ്സോടെയാണോ വിളിക്കുന്ന ദൈവത്തെ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. വേദനിക്കുന്ന ഒരാൾ, നമ്മളൊരാളെ മനസ്സിലോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ, അത് അച്ചട്ടായിട്ട് വരും. ദൈവസന്നിധിയിൽ ആരുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വില എന്നറിയാവോ? സഹിച്ച് വേദന മനസ്സിലുള്ളവരുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും. ഒരു ഉദാഹരണം, ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. കുറേ സഹനത്തിലൂടെ കടന്നുപോയി. അത് വായിക്കുകയാണ്. 42-ാം അധ്യായം 8 മുതലുള്ള വാക്യം. ഇതും കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്തുകയാണ്. ജോബിൻ്റെ പുസ്തകം 42:8. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും, ശ്രദ്ധിച്ചു വായിച്ചോ. ജോബിനോട് പറയുക, അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന്, അവരോട് പറഞ്ഞു, 7 ആടുകളെ 7 കാളകളെ ആടുകളെ കൊണ്ട് വേഗം ജോബിന്റെ അടുത്ത് ചെല്ല്, ജോബിന്റെ അടുത്ത് ചെല്ല്. എന്നിട്ടോ, നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി പുള്ളി പ്രാർത്ഥിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോബ് പ്രാർത്ഥിക്കും. ഒത്തിരി സഹിച്ചവന്റെ പ്രാർത്ഥനയെ ദൈവം എത്ര ഗൗരവത്തോടെ കാണുന്നേ. നിങ്ങൾ കാളകളെ ആടുകളെ അവിടെ കൊണ്ട് ജോബിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ജോബ്, എൻ്റെ ദാസൻ ജോബ് പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച്, എൻ്റെ പ്രാർത്ഥന കേൾക്കുകയല്ലേ? എന്തിനാ ജോബിൻ്റെ അടുത്തേക്ക് ആളുകളെ ആടിനെ കൊണ്ടുപോണേ? ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ പോരെ? അല്ല, ഇതൊരു പാഠമാണ്. നിങ്ങളൊരു അമ്മയാണോ, നിങ്ങളൊരു അപ്പച്ചനാണോ, നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടോ, നിങ്ങൾ ആ വിഷമത്തോടെ ചിലരുടെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ
നിങ്ങളുടെ പ്രാർത്ഥന ജോബിൻ്റെ പ്രാർത്ഥന പോലെ സ്വീകരിക്കും. ഹല്ലേലൂയ. എനിക്ക് ചില വിഷമങ്ങളുള്ളപ്പോൾ ചില മുഖങ്ങൾ മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നും കൂടെ വായിച്ചേ. ജോബിൻ്റെ ആൾക്കാരോട് പറയുക, ജോബിൻ്റെ അടുക്കൽ ചെല്ല്, ജോബ് പ്രാർത്ഥിക്കും, അവൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കും. എന്നിട്ട് 9-ാമത്തെ വാക്യം, തേമാന്യനായ ഏലിഫാസും ശൂഹ്യനായ ബിൽദാദും നാമാത്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഇന്ന് അതിന് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. സഹിച്ച് വേദനയോടെയാണോ ഇരിക്കുന്നത്? മനസ്സിൽ ആരോടും പറയാത്ത ചില സങ്കടമുണ്ടോ? ആ സങ്കടമുള്ള മനസ്സിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഇന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലരെയൊക്കെ വലിയ ആൾക്കാരായി കാണില്ലേ? ദൈവത്തെ ഏറ്റവും വലിയ ആളായിട്ട് കാണും. 1-ാം സ്ഥാനം ദൈവത്തിൻ്റെ, 2-ാം സ്ഥാനം ആർക്കും കൊടുക്കാവുള്ളൂ. അതും പ്രധാനപ്പെട്ടതാ. എന്ത് വിഷയമുണ്ടേലും എന്നാ പറയുന്നത് അറിയാവോ? ഇതൊരു ഉദാഹരണമാണ് പറയുന്നത്. ഇതിനോട് ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരാൾ വളരെ ചെറുപ്പക്കാരനാ. അയാളുടെ ഭാര്യയെക്കുറിച്ച് അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്, നല്ല കാര്യം. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അത് എളിമയോടെയല്ല പറയുമായിരുന്നേ, അഹങ്കാരത്തോടെ പറയും. എൻ്റെ ഭാര്യയാണ് ഏറ്റവും സുന്ദരി എന്ന് അവൻ എപ്പോഴും പറയും. എൻ്റെ ഭാര്യയാണ് ഏറ്റവും സുന്ദരി. എൻ്റെ ഭാര്യയോടെ സുന്ദരിയായ ഒരാൾ ഇവിടെ ആർക്കേലും ഉണ്ടോ? അതുകൊണ്ട് ഇത് പലയിടത്ത് ഇവൻ്റെ അറിവില്ലായ്മ കൊണ്ടുള്ള സംസാരമാണ്. 2 ആൺപിള്ളേരും ഉണ്ട്, 2 പേരും മിടുക്കരാ. ഈ പുള്ളി ജീവന തുല്യം സ്നേഹിച്ചതാണ് ഭാര്യയും മക്കളെയും. അവർ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞു, എൻ്റെ ദൈവത്തെക്കാൾ സ്ഥാനം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ കൊടുത്തത് അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞു കാര്യം പറയാം. അദ്ദേഹം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്ക് ഒരു രോഗം വന്നു, ക്യാൻസർ രോഗം വന്നു. അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റിനായി തിരുവനന്തപുരം RCC റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോയി. ഭാര്യയും മക്കളും ആ കൂടെ പോയി. അങ്ങനെ ചികിത്സയുടെ ഭാഗമായി മുടിയെല്ലാം പോയി, മുഖത്ത് കറുപ്പ് നിറം ബാധിച്ചു. അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കീമോ ചെയ്യുമ്പോൾ എൻ്റെ ഉറക്കമെല്ലാം പോയി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 12 മണി, 1 മണി, 2 മണി, 3 മണി ഉറങ്ങാൻ പറ്റുന്നില്ല. അതേ മുറിയിൽ ഭാര്യയും മക്കളും ഉണ്ട്. ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയും മക്കളും മുറിക്കകത്തുണ്ട്. പക്ഷെ അദ്ദേഹം കണ്ട ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയാണ്, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ നല്ല സുഖമായി കിടന്നുറങ്ങുന്നു, എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല, ഉറക്കമൊന്നൊരു സംഭവം ഇല്ല, പകല് പോലെ. പക്ഷെ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ പോലും അപ്പുറത്ത് സുഖമായി ഉറങ്ങുന്നു. അയാളെ അത് വിഷമിപ്പിച്ചു. എൻ്റെ ഭാര്യ എൻ്റെ വിഷമത്തിൽ എന്നോടൊപ്പം ഒന്നും നേരെ ഉറങ്ങാതിരുന്നില്ലല്ലോ എന്നയാൾ ചിന്തിച്ചു. അദ്ദേഹം ഒരു ദിവസം ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ പിള്ളേരുടെ കയ്യിലാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചോറ് ഒക്കെ തിന്നുമ്പോൾ ചകിരിച്ചോറ് തിന്നുന്ന രുചിയാണ്, ഒരു രുചിയില്ല. വായുടെ രുചി പോയി, നാവിൻ്റെ ഗുണം പോയി, തലയിലെ മുടി പോയി, മുഖമെല്ലാം കരി പോലെ കറുപ്പ് നിറം ബാധിച്ചു. എനിക്ക് എത്ര നാളുണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മക്കൾ, കുറച്ച് തിരിച്ചറിവായ മക്കൾ, എൻ്റെ മൊബൈലിൽ കട്ടിലിൻ്റെ താഴെ ഇരുന്ന് ഗെയിം കളിച്ച് ചിരിക്കുവാണ്. ജീവന തുല്യം സ്നേഹിച്ച മക്കൾ ഒരു സൈഡിൽ ഇരുന്ന് പുള്ളിയുടെ ഫോണ് ഗെയിം കളിച്ച് ചിരിക്കുന്നു, ഭാര്യ ഉറങ്ങുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, അന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി, എന്നെ ദൈവം മാത്രമേ അന്ന് ഉറങ്ങാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുക, ദൈവമേ എനിക്കൊരായുസ് തരുവാണെങ്കിൽ, ഇനി ഒരു ജീവിതം എനിക്ക് തന്നാൽ എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ താഴെ നിന്ന് സ്നേഹിക്കത്തുള്ളൂ. ഒരാശുപത്രി കിടക്കയിലിരുന്ന് അദ്ദേഹം പറഞ്ഞ്, എൻ്റെ ദൈവം കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ. സങ്കടത്തിൽ പലരും ഉറങ്ങും, അവർക്ക് അവരവരുടെ കാര്യങ്ങളായിട്ട് മാറി മാറി പോകും. ദൈവം മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. ദൈവം ഒരു സുഹൃത്ത്, എൻ്റെ ദൈവം എൻ്റെ സ്നേഹിതനാണ്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കണ്ണുകളൊന്ന് അടച്ചേ, എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ,
കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കട്ടെ. ചിലതൊക്കെ ചേരുന്നതാണ്, ചിലത് ചേരാത്തതായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം എടുത്ത് ഈ പാട്ടിൻ്റെ വരികളൊന്ന് പാടുകയാണ്. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നോട്ടെ, യേശു മാറുകയില്ല. യേശു എൻ്റെ സ്നേഹിതനാണ്. അർത്ഥം അറിഞ്ഞൊന്ന് പാടിയേ. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പറഞ്ഞു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു മാത്രം മതി. അതുകൊണ്ട് ശബ്ദമുയർത്തി പറയുവാണ്, യേശു എൻ്റെ സ്നേഹിതൻ. പറഞ്ഞു. യേശു എൻ്റെ പ്രാണപ്രിയൻ. ശബ്ദമുയർത്തി പറയുമോ? യേശു എൻ്റെ സ്നേഹിതൻ. യേശു യേശു എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം, യേശു മാത്രം മതി. ഒരു നിമിഷം കൂടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? എന്നിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ, ഈ വചനപ്രഘോഷണം സമാപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേറ്റു നിന്ന് പറ്റുന്നതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ജോബ് തൻ്റെ ഓരോ മകന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ജോബിൻ്റെ മക്കളെ, സമ്പത്തിനെ, വീടിനെ, അതിന് ചുറ്റും ദൈവം വേലി കെട്ടി. നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ വീടിനെ ഒന്ന് ഓർത്തേ, നിങ്ങളുടെ മക്കളെ ഓർത്തേ, എഴുതിയിട്ട നിയോഗത്തെ ഓർത്തേ, ഒന്ന് ഒരു വേലി കെട്ടി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച്, എന്നെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഒരു തിന്മയും കാണാതെ പറ്റുമെങ്കിൽ ഈ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുള്ള ഈ അൾത്താരയിലേക്ക് കൈ കമഴ്ത്തി ഒന്ന് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് നിങ്ങൾ പറഞ്ഞ് ഇവിടെ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന കിട്ടട്ടെ, ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന കിട്ടട്ടെ. എന്നിട്ടൊന്ന് പറഞ്ഞ്, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. പറഞ്ഞ് ഓരോ മക്കളെ ഓർത്ത്, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. യേശുവേ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ തൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ തൻ ഹൃത്തിനുള്ളിൽ, ഈശോ തൻ മേലങ്കി. ആ കരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ കർത്താവേ, എന്റെ കുടുംബത്തെ പൊതിഞ്ഞു പിടിക്കണമേ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ ഉള്ളം കയ്യിൽ എന്ന പോലെ വേലി കെട്ടി സുരക്ഷിതമാക്കണമേ. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരു അനർത്ഥവും എന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആമേൻ. പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ, ഈശോദൻ ഹൃത്തിനുള്ളിൽ, ഈശോദൻ മേലങ്കിക്കുള്ളിൽ. ആമേൻ.